ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് ഫോൺ ചെയ്യുന്ന നാരായണനെയാണ്. നാരായണൻ പറയുകയാണ്, അതെ അതെ, അത് നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ലേ. ഏതായാലും അഖിലാണ്ടേശ്വരി തിരിച്ചു വന്നല്ലോ. ഫോണിൽ സംസാരിക്കുന്ന മഹേശ്വരി പറയുകയാണ്, ഇനിയില്ല എന്ന് തോന്നുന്ന ഒന്നിനെ അപ്രതീക്ഷിതമായി മുന്നിൽ കാണുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടും. സന്തോഷം പിന്നീട് രണ്ടാമതേ ഉണ്ടാകൂ. നാരായണൻ പറയുകയാണ്, അത് നീ പറയുന്നത് വളരെ ശരിയാണ്. മരിച്ചു എന്ന് വിശ്വസിച്ച ഒരാൾ ജീവനോടെ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സന്തോഷം ചെറുതാണോ? അല്ല നാരായണേട്ട, മരിച്ചത് ഏത് അഖിലയാണ്? മരിച്ചതോ അത് അഖിലാണ്ടേശ്വരിയുടെ അച്ഛന് ഏതോ സ്ത്രീയിൽ ജനിച്ച രാജരാജേശ്വരി എന്നു പേരുള്ള ഒരാളാണ്. അതൊക്കെ തൃച്ചംബരത്തിന്റെ അരമന രഹസ്യം. പിന്നെ അരമന രഹസ്യം ഇപ്പോൾ അങ്ങാടിപ്പാട്ട് പോലെ ആയി. ഏതായാലും ആ സ്ത്രീയുടെ പ്രകടനമായിരുന്നു കുറെ കാലം ഇവിടെ. വേളിക്കായലിൽ നിന്ന് ബോഡി കിട്ടണമെങ്കിൽ ആരെങ്കിലും കെട്ടിയിട്ട് കൊന്ന് കൊണ്ടുപോയി ഇട്ടതാകും. അത് ആരാണെന്ന് വല്ലതും അറിഞ്ഞോ നാരായണേട്ട? നാരായണൻ പറയുകയാണ്, അത് ആരാണെന്നൊന്നും അറിഞ്ഞില്ല. അതൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവര് നോക്കിക്കോളും. അതിലൊക്കെ നമുക്ക് എന്ത് കാര്യം മഹേശ്വരി? പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് എന്ത് കാര്യം? അതൊക്കെ ആ വഴിക്ക് നടന്നോളും. പിന്നെ നമ്മൾ തൃച്ചംബരത്തെ ബന്ധുക്കാരല്ലേ? മഹേശ്വരി ചോദിക്കുകയാണ്. ശിവരാമേട്ടനും സന്തോഷമായിട്ടുണ്ടാകും അല്ലേ? ചിരിച്ചുകൊണ്ട് നാരായണൻ പറയുകയാണ്, അതെ അതെ, അഖിലാണ്ടേശ്വരിയെ നേരിൽ കണ്ടതോടെ ശിവരാമകൃഷ്ണന്റെ മാനസികാവസ്ഥയൊക്കെ പതിയെ അങ്ങ് മാറി. ഇപ്പോൾ നോർമലാണ്. അന്നേരം മഹേശ്വരി ചോദിക്കുകയാണ്, പിന്നെ നമ്മുടെ മോൾ എന്തു പറയുന്നു? നന്ദനയ്ക്കും എല്ലാവർക്കും സന്തോഷം തന്നെ. അന്നേരം വിലാസിനി നാരായണന്റെ അടുത്തേക്ക് വരികയാണ്. നാരായണൻ പറയുകയാണ്, പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. അപ്പൊ തന്നെ ആ കല്യാണിയില്ലേ, ആ പഴയ വീട്ടുവേലക്കാരി, അവൾ ഏതായാലും ഇപ്പോൾ ആനന്ദിന്റെ ഭാര്യയാണല്ലോ. അത് അംഗീകരിക്കാൻ ഇപ്പോഴും അഖില തയ്യാറല്ല. അന്നേരം നാരായണൻ വിലാസിനിയെ കാണുന്നുണ്ട്. വിലാസിനി തുടർന്നോളൂ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. നാരായണൻ പറയുകയാണ്, അവളും അഖിലാണ്ടേശ്വരിയും തമ്മിൽ ഒരു തർക്കം. അതെല്ലാം വിശദീകരിച്ച് ഞാൻ വൈകിട്ട് പറയാം. ഇപ്പോൾ നീ ഫോൺ വയ്ക്കും മഹേശ്വരി. ഓക്കെ എന്ന് പറഞ്ഞ് നാരായണൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. നാരായണൻ വിലാസിനിയോട് പറയുകയാണ്, മഹേശ്വരി അങ്ങനെയാണ്, സംസാരിച്ചാൽ പിന്നെ ഫോൺ വയ്ക്കുകയേ ഇല്ല. വിലാസിനി പറയുകയാണ്, അഖിലേച്ചി മരിച്ചിട്ടില്ല എന്ന സന്തോഷത്തിലായിരിക്കും അല്ലേ? പിന്നെ അതൊരു വലിയ അത്ഭുതവും എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ലേ? അതിലെന്ത് സംശയം ഇരിക്കുന്നു? അതെ നാരായണേട്ട, എല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ തൃച്ചംബരത്ത് എന്നും സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിൽ ഇവിടെ ചില ശുദ്ധികലശമൊക്കെ നടത്തണം. ശുദ്ധികലശമോ എന്ന് ചോദിക്കുകയാണ് നാരായണൻ. വിലാസിനി പറയുന്നു, അതെ, അശുദ്ധിയുള്ള ആളുകൾ അമ്പലങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ നടത്തുന്ന കർമ്മമാണ് ശുദ്ധികലശം. അത് തൃച്ചംബരത്തും നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. വിലാസിനി പറഞ്ഞതങ്ങോട്ട് എനിക്ക് മനസ്സിലായില്ല. അതെ നാരായണേട്ട, വളരെ നല്ല മനുഷ്യരുള്ള ഈ തൃച്ചംബരത്ത് കുതന്ത്രങ്ങൾ മാത്രമായി നടക്കുന്ന ഒരു പെണ്ണാണ് ആനന്ദിനെ വലവീശി പിടിച്ചതും സ്വന്തമാക്കി നടക്കുന്നതുമായ ആ കല്യാണി. അന്നേരം നാരായണൻ പറയുകയാണ്, അതെനിക്കറിയാം, അവളെക്കുറിച്ച് ഞാൻ നന്നായി കേട്ടിട്ടുണ്ട്. വിലാസിനി പറയുകയാണ്, അത് കേട്ടതൊന്നും അല്ല, അതിനപ്പുറത്താണ് കാര്യങ്ങൾ. ഓഹോഹോ, കണ്ടാൽ വലിയ ഐശ്വര്യദേവത എന്നൊക്കെ തോന്നും. പക്ഷെ അവൾ കാളകൂട വിഷമാണ്. ചിരിച്ചുകൊണ്ടിങ്ങനെ കഴുത്തറുക്കുന്ന സ്വഭാവമാണ്. അടിച്ചു പുറത്താക്കുമെന്ന് അഖിലേച്ചി പറഞ്ഞിട്ടും അവൾ പോകാതെ ഇങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. വീണ്ടും വിലാസിനി പറയുകയാണ്, ദേ അതിൽ പ്രധാനം അവളെ മൂത്ത മരുമകളായി ഇവിടെ വാഴിച്ച് ഈ തൃച്ചംബരത്തിന്റെ അടുത്ത അവകാശിയാക്കി മാറ്റണം. ആ ഒരൊറ്റ ലക്ഷ്യത്തിലാണ് അവളും ആനന്ദും കൂടി ഇവിടെ നിൽക്കുന്നത്. അല്ല, അവൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല. എന്റെ നേരെയൊട്ട് അവൾ വരികയൊന്നും ഇല്ല. പക്ഷേ കല്യാണി ഇവിടെ നിന്നാൽ അതിന്റെ ഭവിഷ്യത്ത് വരാൻ പോകുന്നത് നാരായണന്റെ മകൾ നന്ദനയ്ക്കാണ്. നാരായണന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ് വിലാസിനി. നാരായണൻ പറയുകയാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് വിലാസിനി, തൃച്ചംബരത്തെ മരുമകളാവാനുള്ള അവകാശവും കുലമഹിമയും അന്തസ്സും ഒക്കെയുള്ളത് നന്ദനയ്ക്കാണ്. ആദ്യം തൃച്ചംബരത്തേക്ക് ആചാരപ്രകാരം കയറി വന്ന പെണ്ണ് നന്ദനയല്ലേ? നാരായണൻ പറയുകയാണ്, തൃച്ചംബരം എന്ന പേര് കേട്ട തറവാട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മകളെ ഇങ്ങോട്ടത്തേക്ക് അയച്ചത്. വിലാസിനി പറയുകയാണ്, ഏതോ പട്ടിക്കാട്ടിൽ ജനിച്ച് ഇവിടത്തെ അടുക്കളക്കാരിയായ പെണ്ണാണോ അതോ തറവാട്ടുകാരിയായ നന്ദനയാണോ തൃച്ചംബരത്തിന്റെ അടുത്ത അവകാശിയായി മാറേണ്ടത്? നാരായണൻ ചോദിക്കുകയാണ്, അല്ല വിലാസിനി, ഇവളെ പിടിച്ചു പുറത്താക്കാൻ എന്താണ് വഴി? അതിനിപ്പോൾ മാന്യനായ നാരായണേട്ടൻ ഇവിടെ നിന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ നാരായണേട്ടന്റെ ഭാര്യ മഹേശ്വരി വിചാരിച്ചാൽ ഈ കല്യാണിയെന്നല്ല 100 കല്യാണിയെ പുകച്ചു പുറത്തു ചാടിക്കാൻ പറ്റും. പക്ഷേ അതിനു മഹേശ്വരി ഇവിടെ വരണം. അതിനിപ്പോൾ വിളിച്ചാൽ ഓടി വരാൻ അവളിപ്പോ നാട്ടിലില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്ന ഉടൻ അവള് ദുബായിക്ക് പോയില്ലേ? അപ്പോൾ വിലാസിനി പറയുകയാണ്, അപ്പോൾ മഹേശ്വരിയെ ഇവിടേക്ക് വരുത്താനുള്ള വഴി നോക്കണം. മഹേശ്വരി വന്നാൽ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പീഡുണ്ടാകും. അല്ലെങ്കിൽ ഈ ചർച്ച ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഗ്യാപ്പിൽ കല്യാണി സിംഹാസനം ഉറപ്പിക്കുകയും ചെയ്യും. ചുറ്റുമൊക്കെ നോക്കിയിട്ട് വിലാസിനി പറയുകയാണ്, ഏതായാലും നമുക്ക് താഴേക്ക് പോകാം.
അവിടെ എല്ലാവരും എഴുന്നള്ളിയിട്ടുണ്ടാകും. ശരിയെന്നും പറഞ്ഞ് വിലാസിനി താഴേക്ക് പോവുകയാണ്. നാരായണൻ എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ചുറപ്പിക്കുകയാണ്. പിന്നീട് തൃച്ചംബരത്തെ ഹാളിൽ ആനന്ദും കല്യാണിയും അരവിന്ദും നന്ദനയും സുജാതയും നിൽക്കുകയാണ്. അവിടേക്ക് വിലാസിനി എത്തുകയാണ്. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വിലാസിനി സെറ്റിയിൽ ഇരിക്കുകയാണ്. അപ്പോഴവിടേക്ക് അഖിലാണ്ടേശിയും ശിവരാമകൃഷ്ണനും വരികയാണ്. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, നാരായണൻ വരൂ, ഇരിക്കൂ. താങ്ക് യു എന്ന് പറയുകയാണ് നാരായണൻ. അപ്പോൾ അഖില പറയുന്നു, നാരായണൻ അതിന് അതിഥിയല്ലല്ലോ, മരുമകളുടെ അച്ഛനല്ലേ, തൃച്ചംബരത്തിന്റെ ഏക ബന്ധു എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കല്യാണിയെ രൂക്ഷമായി നോക്കുകയാണ് അഖിലാണ്ടേശ്വരി. അഖില പറയുകയാണ്, ചില കാര്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതാണ് എല്ലാവരെയും ഒരുമിച്ച് വിളിപ്പിച്ചത്. തൃച്ചംബരത്തിന്റെ മാനം നഷ്ടപ്പെടുത്തിയ ചില കുടുംബകാര്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. അത് പറഞ്ഞപ്പോൾ ഇവിടെ ചിലരെന്നെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിച്ചു. അതൊരു വെല്ലുവിളിയൊന്നും അല്ല എന്ന് തിരുത്തുമായിരിക്കും. പക്ഷെ എന്റെ പറച്ചിലിന് അതൊരു മറുപറച്ചിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അതൊരു വെല്ലുവിളിയായി തന്നെ ഞാൻ സ്വീകരിക്കുന്നു. തൃച്ചംബരത്തിന്റെ മരുമകളാകാനുള്ള യോഗ്യതയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ആ വെല്ലുവിളി ഉയർന്നത്. അവസരങ്ങൾ കൊടുത്താൽ അത്തരം വെല്ലുവിളികളോ യോഗ്യതാ പരീക്ഷണങ്ങളോ ഏറ്റെടുക്കാമെന്നാണ് എന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചത്. വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാണല്ലോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. എന്റെ കൃഷ്ണേട്ടനും ആ പറഞ്ഞ ആളെ അനുകൂലിച്ച് സംസാരിച്ചു. അവസരങ്ങൾ കൊടുക്കണമെന്ന്. അത് ന്യായമാണെന്ന് എനിക്ക് തോന്നി. കൊടുക്കാം എന്ന് പറയുകയാണ് അഖില. അന്നേരം കല്യാണിയുടെ മുഖത്ത് ഒരു സന്തോഷം വിരിയുന്നുണ്ട്. അഖില പറയുകയാണ്, അവസരം ലഭിക്കാത്തത് കൊണ്ട് മലമറിച്ചിടാൻ പറ്റിയില്ല എന്ന് തോന്നണ്ടല്ലോ. അഖില പറയുകയാണ്, ആ അവസരം എന്താണെന്ന് വെച്ചാൽ ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ എന്ന ഒരു കനേഡിയൻ കമ്പനി, അവർ ഇന്ത്യയിൽ പലയിടത്തും അതാത് സ്ഥലങ്ങളിലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുമായി ചേർന്ന് ബിസിനസ് നടത്തുന്നു. മുംബൈയിലും പൂനെയിലുമൊക്കെ അവർക്ക് പല സ്ഥാപനങ്ങളും ഉണ്ട്. എന്നാൽ സൗത്ത് ഇന്ത്യയിൽ അവർക്കിതുവരെ സ്ഥാപനങ്ങൾ ആയിട്ടില്ല. സൗത്തിലെ 4 സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന, കേരളം, ഇതിൽ എവിടെ വേണം ബിസിനസ് എന്ന് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല. അവരുമായി ചേർന്ന് ബിസിനസ് സംരംഭം ആരംഭിക്കുവാൻ ഈ 4 സംസ്ഥാനങ്ങളിലെയും വ്യവസായികൾ തമ്മിൽ മത്സരമാണ്. 2500 കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാഗ്യവശാൽ നമുക്ക്, അതായത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അവരുമായി അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങുവാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. അതിനു മുൻപ് അവർക്ക് മുന്നിൽ ഒരു ബിസിനസ് പ്രപ്പോസൽ വയ്ക്കണം. നമ്മുടെ സംസ്ഥാനത്തിനും ഇവിടത്തെ സാധാരണ ജനങ്ങൾക്കും ഉതകുന്ന തരത്തിൽ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കണം. അവരൊക്കെ വിസ്മയിക്കുന്ന നമ്മുടെ ടാലന്റ് ഉപയോഗിച്ചുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം അത്. അതിപ്പോ എന്ത് ബിസിനസ്സും ആകാം. ഫുഡ് പ്രോഡക്ട്സ് ആവാം, ക്ലോത്തിങ് ആവാം, ടെക്സ്റ്റൈൽസ് ആവാം, കാഷ്യൂനട്ട് ആകാം, ടൂറിസം ആകാം, വില്ലാസ് ആകാം, അങ്ങനെ എന്തും ആകാം. അത് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അത് പറഞ്ഞ് ചിരിച്ചിട്ട് കല്യാണിയെ നോക്കുകയാണ് അഖില. തൃച്ചംബരം കുടുംബത്തിലുള്ള എല്ലാവരും ബിസിനസ്സുകാരാണ്. ആനന്ദ്, അരവിന്ദ്, കൂടാതെ എന്റെ മരുമകൾ നന്ദന MBA ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ബിസിനസ് സ്ഥാപനമാണ്. ഇവിടെ ബിസിനസ്സുകാരെയാണ് വേണ്ടത്, അല്ലാതെ അടുക്കളക്കാരികളെയല്ല എന്ന് കല്യാണിയെ തറപ്പിച്ചു നോക്കി പറയുകയാണ് അഖില. ആനന്ദ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കേട്ട് ചിരിച്ചു നിൽക്കുകയാണ് വിലാസിനി. അഖില പറയുകയാണ്, തൃച്ചംബരം കുടുംബത്തിലെ അംഗമാകണമെങ്കിൽ ബിസിനസ് വുമൺ ആകണം. ആ നിലയിലേക്ക് ഉയർന്ന് അതിനുള്ള കഴിവുണ്ടോ എന്നാണ് കല്യാണി തെളിയിക്കേണ്ടത്. എന്നിട്ട് കല്യാണിയുടെ അടുത്ത് വന്ന് നേരെ നിന്ന് അഖില പറയുകയാണ്, നിനക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചാൽ കല്യാണി അടുക്കളക്കാരിയല്ല എന്ന് ഞാൻ തെളിയിക്കും. അത് നീ തെളിയിക്കണം. പിന്നെ അഖില പറയുകയാണ്, ഒരു പ്രത്യേക കാര്യം, ഇതിന് അധികം സമയമില്ല. 3 ദിവസത്തിനകം എനിക്കിതിന്റെ റിസൾട്ട് കിട്ടണം. 3ാമത്തെ ദിവസം തന്നെ നമ്മുടെ കമ്പനി ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ സജ്ജമായാൽ, ആ പ്രോജക്റ്റ് അവർ അംഗീകരിച്ചാൽ ഈ പറഞ്ഞ കല്യാണിയെ ഞാൻ അംഗീകരിക്കാമെന്ന് കല്യാണിയെ ചൂണ്ടി പറയുകയാണ് അഖില. ആ വാക്കുകളിൽ സന്തോഷമുണ്ടാകുന്നത് സുജാതയ്ക്കും ആനന്ദിനും മാത്രമാണ്. ബാക്കി എല്ലാവരും സംശയിച്ചു തന്നെ നിൽക്കുകയാണ്. അഖില പറയുകയാണ്, ജസ്റ്റ് 3 days. ലക്ഷ്യം സതുദ്ദേശപരമാണെങ്കിൽ വിജയം സുനിശ്ചിതം എന്നൊരു ചൊല്ലുണ്ട്. ശ്രമിക്കുക 3 ദിവസം. കൃഷ്ണേട്ട എന്ന് വിളിച്ച് കൃഷ്ണേട്ടനെയും കൂട്ടി പോകാൻ ശ്രമിക്കുന്നേരം ആനന്ദ് പറയുകയാണ്, അമ്മ ഒന്ന് നിൽക്ക്. ആനന്ദ് പറയുകയാണ്, ഇത്രയും വലിയ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ ചെല്ലുന്നയാൾക്ക് ഒരു അഡ്രസ് ഉണ്ടാകണം. പാചകക്കാരിയുടെ മേൽവിലാസത്തിലല്ല ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടത്. ഈ പ്രോജക്റ്റ് സംസാരിക്കാൻ ചെല്ലുന്ന ആൾ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ആയിരിക്കണം. ഈ കമ്പനിയുമായി ഔദ്യോഗിക ചുമതലയുള്ള ആളായിരിക്കണമെന്ന് നിർബന്ധം വേണം. അതിന് മറ്റൊന്നും വേണ്ട.
കല്യാണി മുൻപ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. ആ പദവി അവളെ തിരിച്ചേൽപ്പിച്ചാൽ മതി. അന്നേരം ഒന്ന് സംശയിക്കുകയാണ് അഖില. അന്നേരം നന്ദനയുടെയും അരവിന്ദിന്റെയും മുഖത്ത് സന്തോഷം വിരിയുകയാണ്. കല്യാണിയുടെ ബ്രാൻഡ് അംബാസിഡർ പദവി തിരിച്ചേൽപ്പിച്ചാൽ ഇന്നേക്ക് 3-ാം ദിവസം കല്യാണി കനേഡിയൻ കമ്പനിയുടെ മുൻപിൽ ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ചിരിക്കും. കല്യാണിക്ക് വേണ്ടി അവളുടെ ഭർത്താവായ ഞാനാണ് ഇതിന് ഉറപ്പ് തരുന്നതെന്ന് കല്യാണിയെ ചേർത്ത് പിടിച്ച് പറയുകയാണ് ആനന്ദ്. അന്നേരം അഖില ആകെ അമ്പരന്ന് ഞെട്ടി നിൽക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തിയത് ശിവരാമകൃഷ്ണനുമായി ചേർന്നാണ്. നന്ദന പുതിയ ബിസിനസ്സുകൾ ആരംഭിച്ചത് അവളുടെ ഭർത്താവുമായ അരവിന്ദുമായി ചേർന്നാണ്. അതുകൊണ്ട് കല്യാണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഞാനും ഇവളും ഒരു യൂണിറ്റാണ്. അമ്മയാണ് കല്യാണിക്ക് ബ്രാൻഡ് അംബാസിഡർ എന്ന കിരീടം വച്ചുകൊടുത്തത്. ആ കിരീടം അമ്മ തന്നെ തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഇന്നേക്ക് 3-ാം ദിവസം കല്യാണി ആ പ്രോജക്റ്റ് അവതരിപ്പിച്ചിരിക്കും. ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ് നന്ദനയും അരവിന്ദും ശിവരാമകൃഷ്ണനും. പക്ഷെ അഖിലാണ്ടേശ്വരി ഒന്നും പറയാതെ അകത്തേക്ക് പോവുകയാണ്. വിലാസിനി ആനന്ദിന്റെ അടുത്ത് വന്ന് അടിമുട്ടി നോക്കിയിട്ട് പറയുകയാണ്, ആഹാ എടാ ആനന്ദേ, കൊള്ളാലോടാ നിന്റെ കാഞ്ഞ ബുദ്ധി. ബ്രാൻഡ് അംബാസിഡർ, പിന്നെ അവിയലും സാമ്പാറും ഉണ്ടാക്കുന്നവളല്ലേ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. ഇത് നടക്കില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ ചുളുവിൽ പോരട്ടെ ബ്രാൻഡ് അംബാസിഡർ പദവി. പഴയതുപോലെ മാസാവാസം ലക്ഷക്കണക്കിന് ശമ്പളം എണ്ണി വാങ്ങിക്കാമല്ലോ. നല്ല ഒന്നാന്തരം ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ കളിയാക്കുകയാണ് വിലാസിനി. അന്നേരം അരവിന്ദിന് നന്നായി ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, വിലാസിനി മതി നിർത്ത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ അഭിപ്രായം പറയരുത്. ഞാനും അഖിലയും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് അഖില ഇവിടെ പറഞ്ഞത്. അതിന് ആനന്ദ് അവന്റെ കാര്യം പറഞ്ഞു. അതിൽ ന്യായവും ഉണ്ട്. ആനന്ദിനുള്ള മറുപടി അഖില പറഞ്ഞോളൂ. അതും ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ. അതിനിടയ്ക്ക് നിന്റെ അഭിപ്രായം വേണ്ട. ശിവരാമകൃഷ്ണൻ പോയതിനു ശേഷം അരവിന്ദ് വിലാസിനിയുടെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടരുതെന്ന്. ദേ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ കിടന്ന് കൈകാലിട്ടടിക്കേണ്ടി വരും. അത് ഓർമ്മിച്ചോ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് അരവിന്ദ്. പിന്നീട് ആനന്ദ് മുകളിലേക്ക് പോവുകയാണ്. കല്യാണി സുജാതയെ വിളിച്ചുകൊണ്ട് സുജാതേച്ചി വാ എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ്. നാരായണൻ നന്ദനയോട് പറയുകയാണ്, നന്ദന ഒന്ന് പുറത്തേക്ക് വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പോയിട്ട് വരാമെന്ന് അരവിന്ദിനോട് പറഞ്ഞ് നന്ദന പുറത്തേക്ക് പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.